ഒരു നാടിൻ്റെ സംസ്കാരം ചമയക്കോപ്പുകൾ അണിഞ്ഞു നിൽക്കുകയാണിവിടെ. തൃശ്ശൂരിൻ്റെ പൈതൃകത്തിന് കുമ്മാട്ടിയുടെ ദൃശ്യചാരുത പകർന്ന ഒരു ദേശത്തിൻ്റെ കേളികൊട്ട്. ഇത് തൃശ്ശൂർ തൈക്കാട്ടുമന. നമ്മുടെ പൗരാണിക സംസ്കാരത്തിൻ്റെ കൊടിയടയാളമായ പൊയ്മുഖ ചമയക്കാഴ്ചയിലേക്ക് തൃശ്ശൂരിൻ്റെ സ്വന്തം കുമ്മാട്ടിയെ എഴുന്നള്ളിച്ചത് ഈ തിരുമുറ്റത്തു നിന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേട്ടേക്കാരൻ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ കിഴക്കുംപാട്ടുകര തെക്കുമുറി ദേശക്കാർ ഓണവില്ലിൻ്റെ മേളപ്പെരുക്കത്തിൽ കുമ്മാട്ടികളോടൊത്ത് ആദ്യമായി നിറഞ്ഞാടിയത് ഒരോണനാളിലാണ്. വേട്ടേക്കരനുള്ള വഴിപാടായി അതിന്നും തുടർന്നു വരുന്നു. കാലത്തിൻ്റെ പ്രയാണത്തിൽ കുമ്മാട്ടിമുഖത്തിനും രൂപത്തിനുമൊക്കെ മാറ്റം വന്നു. പാളയിൽ തുടങ്ങിയ മുഖം മൂടികൾ തച്ചുശാസ്ത്രത്താൽ കവിത രചിക്കുന്ന മരപ്പൊയ്മുഖങ്ങൾക്ക് വഴിമാറി. കാരപ്പുറത്ത് രാമൻ നായർ, കാരപ്പുറത്ത് മാധവൻ നായർ, കാരപ്പുറത്ത് ഗോവിന്ദൻ നായർ എന്നിവരുടെ ധീരമായ തീരുമാനം തൃശ്ശൂർ കുമ്മാട്ടിയുടെ പുതിയ ചരിത്രത്തിന് തുടക്കമിടുകയായിരുന്നു. വിശ്വനാഥൻ ആശാരിയുടെ വിസ്മയിപ്പിക്കുന്ന കലാനൈപുണ്യത്തിൽ തെക്കുമുറിക്ക് വേണ്ടി മരമുഖങ്ങൾ അണിയറയിലൊരുങ്ങി. 1941 ഓണനാളുകൾ. കളിവിളക്കിനു മുന്നിലെ തിരശ്ശീല താഴ്ത്തി പുറത്തു വരുന്ന കുമ്മാട്ടികളെ കണ്ട് ദേശം ആനന്ദ നൃത്തത്തിൽ മുങ്ങിപ്പൊങ്ങി. കിരാതമൂർത്തിയുടെ രൗദ്രത എത്രയും നിറഞ്ഞ കാട്ടാളൻ, വാത്സല്യത്തിൻ്റെ നിറവായി പാർവതീ സങ്കല്പത്തോടെ തള്ള, ശക്തിയും ഹാസ്യവും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്ന ഹനുമാൻ. ഈ മുഖങ്ങൾ പിന്നെ കുമ്മാട്ടി മുഖങ്ങൾക്ക് തന്നെ അടിസ്ഥാനമായി. ആർക്കും ഇന്നേ വരെ അനുകരിക്കാൻ പറ്റാത്ത അമൂല്യ സമ്പത്തായി. കാട്ടാളനും തള്ളയും ഹനുമാനുമില്ലാത്ത തൃശ്ശൂരിൻ്റെ കുമ്മാട്ടി സംഘങ്ങളില്ല. നാടിൻ്റെ അഭിമാനമായ ഈ കുമ്മാട്ടിമുഖങ്ങളുടെ 75ാം പിറന്നാൾ ആഘോഷത്തിന് തിരി തെളിയുകയാണിവിടെ. 75ൻ്റെ നിറവിൽ കാട്ടാളനും തള്ളയും ഹനുമാനും. പ്രസൂതി സമയേ ദുർവാരശൂല്യവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച്ഛ സംവത്സരീ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച്ഛ സംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷണോ ഏകസ്യാപി ന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷണോ ദാതും വിസ്മൃതി ഉന്നതോപി തനയ തസ്മൈ ജനന്യേ നമഃ. ദാതും വിസ്മൃതി ഉന്നതോപി തനയ തസ്മൈ ജനന്യേ നമഃ. ഈ ആഘോഷവേളയിൽ 75 വയസ്സ് പിന്നിട്ട ദേശത്തെ അമ്മമാർക്ക് മാതൃവന്ദനം നടത്തി ആദരിക്കുകയാണ്. രാജ്യസഭാംഗവും പ്രശസ്ത സിനിമാ നടനുമായ സുരേഷ് ഗോപി ആഘോഷ പരിപാടികൾക്ക് നിറവ് പകരാനെത്തിയത് കുമ്മാട്ടിമുഖങ്ങൾക്കും അമ്മമാർക്കുമുള്ള അംഗീകാരമായി. വിശ്വത്തിങ്കൽ വിളങ്ങിടും ഒരു ശിവ പേരു വണക്കും നാഥൻ ചിത്തകുതൂഹലമുടിടകണ്ണുട പ്രത്യന്മാര വെളിച്ചരു ചെയ്തു ഗുണഗണങ്ങളയകവരുക കൗതുകമോടൊരു കളി കാണട്ടെ. ബൃങ്കൻ ബൃങ്കൻ ബൃങ്കോദരിയൻ നന്ദൻ നന്ദൻ നന്ദിരണ
കുമ്പൻ കുമ്പൻ കുംഭോദരനും കുമ്പതി കുമ്പൻ കുമ്പാണ്ടകനും കുമ്പൻ കുമ്പൻ കുംഭോദരനും അമ്മൂഹരനുടെ തിരുമുമ്പാകെ തൃച്ചേവരിയിൽ നാണു വണങ്ങി അലറിയുമട്ടകസിച്ചു താള ചുവടുകൾ വെച്ചു കളിച്ചു രസിച്ചു ഭൂതഗണങ്ങൾക്ക് കൺമുനയാൽ ദേവിയെ നോക്കി ദേവി എന്ന സുഖമെന്നരു ചെയ്തു ഇവരുടെ കളികൾ കണ്ടൊരു നേരം ഉത്രാടത്താളത്തമനത്തിൽ എത്രയും ഒതിരി മുതത്തോടെ തെക്കൻ തെക്കൻ തെക്കനിയപ്പൻ സകല പേരുകൾ പ്രണായകനും ഗുരുവരനും തുണയായി വരണം കുമ്മാട്ടിക്ക് മണി അടിയവാണി നാണമകന്നു തുറച്ചിടണം കരികുളമകരും പങ്കജലനെ കണ്ട കളഞ്ഞു തുണച്ചിടണം ഓണത്തിനൊരു കളിയായി വരുവിന തേലാർന്നുള്ളൊരു കുമ്മാട്ടിക്ക് ആ പേരായി വരും ഒരു മൂലം ചെയ്യുവാൻ നാരായണനികർമ്മയായി വരണം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ദയവേത് ക്ഷമിക്കണം, ആഘോഷത്തിനിടയ്ക്ക് ചെറിയ വേദന വന്നു പോയതാണ്. ഇത് ചരിത്രം ഉണർത്തുന്ന ഒരു വലിയ ഘോഷമാണ്. കുമ്മാട്ടിക്കളി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. വേഷം തന്നെ നേരിട്ട് കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇതിൻ്റെ വളരെ വിപുലമായ ഒരു ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് തൽക്കാലം ഇന്ന് എനിക്കതൊന്നും കണ്ട് ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യമില്ല. തീർച്ചയായിട്ടും അടുത്ത വർഷം നമുക്കിതിലും ഗംഭീരമായിട്ട് ഈ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒന്ന് പങ്കുചേരാനുള്ള വാർത്തയാണ്. തൽക്കാലം അത്രേ എനിക്ക് നിവൃത്തിയുള്ളൂ. ഞാൻ ഇങ്ങനൊരു പരിപാടി ഏറ്റിട്ടത് ക്യാൻസൽ ചെയ്യാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് നേറ്റ പരിപാടികളെല്ലാം ചെയ്യുന്നത്. അതിൽ ഈ 3 പരിപാടിയും ഈ നടുവേദനയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. വന്ന് കയറിയിരിക്കുന്നത് നടുവ് നേരെയാക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇനിയൊരു ക്ഷേത്രത്തിൻ്റെ മൂലക്കല്ലുകൂടി സ്ഥാപിക്കണം. അപ്പോൾ എവരാരെങ്കിലും ഇപ്പം കൈവച്ചാൽ പിന്നെ ഞാനൊരു 7 ദിവസമെങ്കിലും കിടന്നല്ലേ പറ്റും. അതും കൂടി ചെയ്തിട്ട് ബാക്കി എല്ലാ പരിപാടികളും റദ്ദാക്കിക്കൊണ്ട് ഷെഡിൽ കയറണം എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഓണത്തിന് കുമ്മാട്ടിക്കളി ഇല്ലാതെ ഓണം തികയില്ല, മാലോർക്കും തികയില്ല. ഇത് തികവ് സമ്മാനിക്കുന്ന ഒരു വലിയ ആഘോഷവും ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രകടനവുമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കലാകാരന്മാർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കലാരൂപങ്ങളൊക്കെയും നാടിൻ്റെ ചിഹ്നം വിളിയായി തന്നെ നിലനിൽക്കണം. അതിനുവേണ്ടി ഈ തറവാട്, ഈ മന ഏറ്റെടുത്തിരിക്കുന്ന അണമുറിയാത്ത ഈ വൈകാരികമായ ഒരു തുടർച്ച, ആ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നം വളരെ ശ്ലാഘനീയമാണ്. എല്ലാവരെയും, ഡോക്ടറെയും ഒക്കെ അനുമോദിക്കുകയാണ്. അടുത്ത വർഷം ഏതായാലും നമുക്ക് വളരെ വിപുലമായി പറ്റിയാൽ അതിൻ്റെ കൂടെ ഒന്ന് ചാടിക്കളിച്ച് നമുക്ക് ആഘോഷിച്ച് കളയാം. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം.
ബഹുമാന്യരായ എല്ലാവർക്കും നമസ്കാരം. കിഴക്കമ്പാട്ടുകര തെക്കുമുറി കുമ്മാട്ടി മുഖങ്ങളുടെ 75ാം വാർഷിക ആഘോഷങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ ശ്രീ ഭരത് സുരേഷ് ഗോപി MP അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം കാരണം ആ ചടങ്ങ് നിർവഹിച്ച് അദ്ദേഹം യാത്ര തിരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ കമ്മിറ്റിയുടെ പേരിൽ എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷയായി നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ മേയർ ശ്രീമതി അജിത ജയരാജൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അവരാണ് അലങ്കരിക്കുന്നത്. വളരെ തിരക്കേറിയ പരിപാടികൾക്കിടയിലും നമ്മുടെ ഈ 75ാം വാർഷികത്തിന് എത്താമെന്ന് ഏറ്റ് ഇവിടെ തിരക്കിനടിയിലും വളരെ പെട്ടെന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവർക്ക് ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായിട്ട് കുമ്മാട്ടികളെ പറ്റി ആധികാരികമായിട്ടൊരു ഗ്രന്ഥം ഇതേവരെ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം തെക്കുമുറി കുമ്മാട്ടി കമ്മിറ്റി അതിനുവേണ്ടി മുൻകൈയെടുത്തു. ഈ പരിപാടിയെ കുറിച്ച് നമ്മുടെ തെക്കുമുറി കുമ്മാട്ടിയെക്കുറിച്ചും പൊതുവെ കുമ്മാട്ടികളെക്കുറിച്ചും അതിൻ്റെ അനുഷ്ഠാനങ്ങളും തുടക്കത്തെ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒരു സ്മരണിക ഒരു പുസ്തകം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് തയ്യാറാക്കിയിട്ടുള്ളത് ശ്രീ കുമാരി പ്രിയ PK അവിടെ അടുത്തുള്ള ഒരു കുട്ടി തന്നെയാണ്. അദ്ദേഹം വളരെ ടാലൻ്റഡായിട്ട് ബുദ്ധിപൂർവമായിട്ട് പലവരായിട്ട് സംസാരിച്ച് ഇതിനൊക്കെ ഒരു ചരിത്രം പഠിച്ച് വളരെ ഇതിനുവേണ്ടി സമയം ചെലവഴിച്ചിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ പ്രകാശന കർമ്മം ഇവിടെ നിർവഹിക്കാനുള്ളത് നമുക്ക് ഏറ്റവും ഈ ചടങ്ങിന് യോഗ്യനായ വ്യക്തി തന്നെയാണ് സാഹിത്യ അക്കാദമി ചെയർമാനായ ശ്രീ വൈശാഖൻ സാർ. അദ്ദേഹം നമ്മുടെ ഈ അടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. ഇതിനു മുമ്പും നമ്മുടെ പരിപാടികൾ സംബന്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ കമ്മിറ്റിയുടെ പേര് ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടിയിൽ ഇവിടെ സ്റ്റേജിൽ എത്തിയിട്ടുള്ള സ്നേഹനിധികളായ ധാരാളം വ്യക്തികളുണ്ട്. നമുക്ക് എടുത്തു പറയാൻ അവരുടെ പേരുകൂടി ഇവിടെ പരാമർശിക്കാം. ശ്രീ TN വാസുദേവൻ മൂസ് SNM MD ആണ്. അഷ്ടമൂർത്തി അദ്ദേഹം നമ്മുടെ ഈ തെക്കുമുറി കുമ്മാട്ടിയുടെ എല്ലാ കാര്യത്തിലും എന്ത് കാര്യമായാലും അദ്ദേഹം വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടു കൂടിയും നമ്മളെ എല്ലാവരെയും കാണുകയും ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനങ്ങളും നൽകി നമ്മളെ മുന്നോട്ട് നയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ സേവനം ഇനിയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ഈ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേകം സ്വാഗതം ആശംസിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ ഈ കുമ്മാട്ടി കമ്മിറ്റിയുടെ ഒരു രക്ഷാധികാരി പോലെ അദ്ദേഹം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുകാരെ തന്നെ നമുക്കറിയാം സാഹിത്യകാരനായ ശ്രീ അഷ്ടമൂർത്തി അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ESNA ഉടശാലയിൽ തന്നെ അദ്ദേഹം ജോലി നോക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയും കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ നമ്മുടെ കൗൺസിലർ ശ്രീ സന്തോഷ് എല്ലാവർക്കും സുപരിചിതനാണ്. എനിക്കും വ്യക്തിപരമായിട്ടും വളരെ അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ ഈ കുമ്മാട്ടികളോട് കൂടി തന്നെ വളരെ ആവേശപൂർവ്വം എന്ത് കാര്യം ചെയ്യാനും തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ചെയ്തു തരുന്നുമുണ്ട് ഇപ്പോഴും. അദ്ദേഹം ഈ പരിപാടിയെ ആശംസ അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും നാം ഹാർദമായിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുമ്മാട്ടിയുടെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം നമ്മളോടൊപ്പം നിന്നിട്ട് നമ്മുടെ ഒരു കാരണവരാണ് ശ്രീ KN നായർ. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഒട്ടാപ്പുട്ടേട്ടം എന്നൊക്കെ പറയും. അദ്ദേഹത്തിന് ഈ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുരളീയേട്ടൻ ഡോക്ടർ K മുരളീധരൻ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ഗവൺമെൻറ് സ്ഥലത്ത് നിന്ന് റിട്ടയർ ചെയ്ത് ഈ കുറച്ച് ദിവസമായിട്ട് ലീവ് എടുത്തുകൊണ്ട് അദ്ദേഹം പല തിരക്കിലാണ് നമ്മുടെ ഈ കുമ്മാട്ടിയോട് കൂടി സഹകരിച്ച് എല്ലാ കാര്യത്തിലും നേതൃത്വം നൽകി വന്നു പോരുന്നു. അദ്ദേഹത്തിന് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ PK അവർ നമുക്ക് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി മുന്നോട്ട് വന്നു. കാര്യങ്ങൾ ചെയ്യാമെന്ന് ഏറ്റു. വളരെ തിരക്കോടുകൂടി തന്നെ ഈ കൃത്യസമയത്ത് തന്നെ ആ പരിപാടിക്ക് വേണ്ടിയുള്ള സ്മരണിക തയ്യാറാക്കി ഇതിൻ്റെ പ്രകാശനം അദ്ദേഹം വൈശാഖൻ സാർ നിർവഹിക്കും. ആ പ്രിയയ്ക്കും ഈ കമ്മിറ്റിയുടെയും തെക്കുമുറിയിലുള്ള ഓരോ വ്യക്തിയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിയിട്ടുള്ള നമ്മുടെ 75 വയസ്സിന് മുകളിലുള്ള അമ്മമാരെ നമ്മൾ ആദരിച്ചു കഴിഞ്ഞു.
അവർ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും വളരെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് പേര്. ബാക്കി പേര് ഇവിടെ എത്തിയിട്ടില്ല, തീരെ അനാരോഗ്യം മൂലം എത്താൻ സാധിച്ചിട്ടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അവർക്കും ഈ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സജ്ജനങ്ങളെയും, അമ്മമാരെയും, സഹോദരിമാരെയും, സഹോദരന്മാരെയും, ജ്യേഷ്ഠ സഹോദരന്മാരെയും ഞാൻ ഈ കമ്മിറ്റിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ട കവറേജ് പത്രങ്ങളും അതുമാതിരി തന്നെ മീഡിയകളും നമുക്ക് വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. എല്ലാ പത്രങ്ങളും നന്നായിട്ട് നമുക്കറിയാം. ആ പത്രമാധ്യമ രംഗത്തോടും അതിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളോടും ഈ കുമ്മാട്ടി കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതവും ആശംസയും അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഈ പന്തൽ അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്ത ആ വ്യക്തി നമ്മുടെ ഇവിടെ എല്ലാ പരിപാടിക്കും ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ സഹായവും വളരെ കുറഞ്ഞ ചെലവിൽ തന്ന ശ്രീ തരങ്കണി അയ്യന്തോളാണ്. അവർക്കും ഈ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഈ പരിപാടിയോട് സഹകരിച്ച എല്ലാവരോടും സജ്ജനങ്ങളോടും നല്ലവരായ ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണം ചെയ്യുന്ന നാട്ടുകാരോടും കുമ്മാട്ടി കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം. അടുത്ത ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അധ്യക്ഷ ഭാഷണത്തിനായി ബഹുമാനപ്പെട്ട തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ ശ്രീമതി അജിത ജയരാജനെ സാദരം ക്ഷണിക്കുന്നു. കിഴക്കുമ്പാട്ടുകര തെക്കുംമുറി കുമ്മാട്ടിയുടെ 75ാം വാർഷികമാണ് ആഘോഷ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. അതിന് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട രാജ്യസഭ MP ശ്രീ ഭരത് സുരേഷ് ഗോപി, പുസ്തക പ്രകാശനം നടത്താനെത്തിയിട്ടുള്ള നമ്മുടെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ശ്രീ വൈശാഖ് മാസ്റ്റർ, കൗൺസിലറായ സന്തോഷ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, അമ്മമാരെ, ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവിശ്വസനീയം തന്നെയാണ്. എങ്കിലും എൻ്റെ മുന്നിലിരിക്കുന്ന ഈ അമ്മമാരാണ് ഇതിന് മുൻകൈയെടുത്ത് പണ്ടുകാലം മുതലേ പ്രവർത്തിച്ചിരുന്നതെന്ന് ഞാൻ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് അറിഞ്ഞതായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അവർക്കാണ് കൂടുതൽ ആയിട്ട് അവരെയാണ് ഞാൻ കൂടുതൽ ബഹുമാനിക്കുകയും അവർക്ക് എൻ്റെ വക ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മാത്രമല്ല ഇതിനൊരു ബുക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ ഒരുപാട് എല്ലാ ആഘോഷങ്ങളും നമ്മൾ നല്ലപോലെ ആഘോഷിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്. തൃശ്ശൂർ പൂരമായാലും അതുപോലെ ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ അറിയാം തൃശ്ശൂർ ടൗണിലുള്ള തിരക്ക്. ഓണം ആയിട്ടില്ല, ആവുന്നതിന് മുമ്പ് തന്നെ ഓണം പുലിക്കളിയോട് കൂടിയിട്ടാണ് നമ്മുടെ ഓണാഘോഷങ്ങൾ അവസാനിക്കുന്നത്. എനിക്ക് തോന്നുന്നതായിരിക്കാം, ഒരു പക്ഷേ ഞാൻ മേയറായതുകൊണ്ട് എൻ്റെ ഒരു സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ കൂട്ടാം. എങ്കിലും 10 പുലിക്കളി സംഘങ്ങൾ 10 പേരാണ് ഇപ്രാവശ്യമുള്ളത്. എന്തായാലും ഇപ്രാവശ്യം കുമ്മാട്ടിക്കായാലും എല്ലാവർക്കും നമ്മൾ പൈസ കൂടുതലാണ് ഇപ്രാവശ്യം നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മുടെ കൗൺസിൽ ഐക്യകണ്ഠ്യേന തീരുമാനിച്ചതാണ്. കുമ്മാട്ടിക്കും പൈസ കൂടുതൽ കൊടുക്കാമെന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അറിയാം, ഇത്രയും വലിയ കലാകാരന്മാർ ഏതൊരു കലാകാരനെയും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. കാരണം ഇന്ന് ഏത് ഒരു കലാകാരനായാലും പണ്ട് നമുക്കറിയാം, പണ്ടത്തെ പറയും ആവശ്യ കലാകാരന്മാരെന്ന് അങ്ങനെ പറയും. പക്ഷെ ഇനി അത് ഉണ്ടാവരുത് എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാത്തിനും ഒരു മുൻകൈ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന നല്ലവരായ ഈ നാട്ടുകാരെയാണ് എനിക്ക് കൂടുതൽ ബഹുമാനിക്കാൻ തോന്നുന്നത്. കാരണം അവരുടെ ഒരു അർപ്പണ മനോഭാവം മാത്രമല്ല, ഒരു കൂട്ടായ്മയാണ് ഇത് ഇവിടെ നടക്കുന്നത്. ഒരു കൂട്ടായ്മയുടെ ഒരു ബലം കൂടിയാണ് ഇന്നിവിടെ കാണുന്ന ഈ ജനങ്ങൾ, ഇവിടെ ഇരിക്കുന്ന ഈ നല്ല നല്ല ഭംഗിയുള്ള കോലങ്ങളും എല്ലാവരും കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ എല്ലാ വർഷവും ഇവിടെ വന്നത് കാണുവാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിലും 1-2 വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെ നല്ല രീതിയിൽ കൂടി തന്നെയാണ് ഈ ആഘോഷം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അത് കാണുകയും
അതിനെ ആസ്വദിക്കുകയും ചെയ്യണമെന്ന് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ നേരത്തെ എത്ര ഒന്നും ഉണ്ടായിരുന്നു, പക്ഷേ ഓരോ പരിപാടികൾ കാരണം വൈകിയതാണ്. അതുകൊണ്ട് വൈകിയ വേളയിലും എനിക്ക് ഇതിൽ വന്ന് ഇതിൽ വരാനും എന്നെ ക്ഷണിച്ചതിന് തന്നെ ആദ്യം തന്നെ ഇതിൻ്റെ സംഘാടകരോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അതുകൊണ്ട് ഈ ഒരു അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരു നല്ല ഓണാശംസകളും അതോടൊപ്പം തന്നെ ബക്രീദാശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ആഹാരം ഏറ്റുവാങ്ങുന്നതിനായി മേയറെയും പ്രണാമപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ അഷ്ടമൂർത്തിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ അഷ്ടമൂർത്തിയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. വലിയൊരു പ്രസംഗം ആവശ്യമില്ലാത്തൊരു സന്ദർഭമാണിത്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കുമ്മാട്ടി മുഖങ്ങൾ, അത് വെറും നിർജീവ മുഖങ്ങളല്ല, വലിയ ഒരു പാരമ്പര്യവും അതിൻ്റെ പിന്നിലൊരു സംസ്കാരവും ഒരു നാടോടി കലയും എല്ലാമുള്ള മുഖങ്ങളാണ് കുമ്മാട്ടി മുഖങ്ങൾ. ഞാൻ തിരുവിതാംകൂറിൻ്റെ വടക്ക് പ്രദേശത്തുള്ള ആളാണ്. ചെറുപ്പത്തിൽ പോലും ഞാൻ ഈ കുമ്മാട്ടി എന്ന പേര് കേട്ടിട്ടില്ല. പിന്നീട് അരവിന്ദൻ്റെ കുമ്മാട്ടി എന്ന സിനിമ വന്നപ്പോഴാണ് ഈ വാക്ക് ഞാൻ പരിചയിക്കുന്നത്. അത് അരവിന്ദൻ കാവാലം നാരായണ പണിക്കരുടെ രചനയെ ആസ്പദമാക്കി ഉണ്ടാക്കിയതാണ്. പാലക്കാട് താമസിക്കുന്ന കാലത്ത് മുണ്ടൂർ എന്നൊരു സ്ഥലത്ത് ഒരു വലിയ ഉത്സവമാണ് കുമ്മാട്ടി. പക്ഷേ പാലക്കാട്ടെ കുമ്മാട്ടിയും തൃശ്ശൂരെ കുമ്മാട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഈ പ്രിയ എഴുതിയ ഈ പുസ്തകം കുമ്മാട്ടിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഒരുപാട് സഹായിക്കും. നമ്മുടെ പാരമ്പര്യത്തിൽ ഒരുപാട് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ ഖനി പോലെയാണ്. സ്വർണ്ണ ഖനി നമ്മൾ ഖനിച്ചെടുക്കുമ്പോൾ ഒരുപാട് മണ്ണും കല്ലും ചെളിയും അതിനിടയ്ക്ക് കുറേ സ്വർണ്ണത്തരികളും അങ്ങനെയാണ് കിട്ടുക. ഞാൻ കണ്ടിട്ടുണ്ട് കോളാർ ഗോൾഡ് ഫീൽഡിൽ സ്വർണ്ണം അരിച്ചെടുക്കുന്നത്. പാരമ്പര്യത്തിൽ നിന്നും അതുപോലെ ഉള്ള സ്വർണ്ണത്തരികളാണ് ഈ കുമ്മാട്ടി പോലുള്ള പരമ്പരാഗത കലാസമ്പ്രദായങ്ങൾ. അതൊരു നാടിൻ്റെ സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. തന്നെയല്ല, തൃശ്ശൂരിൻ്റെ തന്നെ ശക്തൻ തമ്പുരാനാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണക്കാരൻ എന്നുള്ള കാര്യം പ്രിയയുടെ പുസ്തകത്തിലുണ്ട്. തന്നെയല്ല, ഈ മനയിൽ നിന്നാണ് ആദ്യത്തെ കുമ്മാട്ടി ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ വളരെ പ്രസക്തമായ, വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ കുമ്മാട്ടിയുടെ ഈ ആഘോഷം, ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നത്. അതിൻ്റെ കഥയൊക്കെ ഈ പുസ്തകത്തിൽ പ്രിയ എഴുതിയിട്ടുണ്ട്. സാമൂതിരിയുടെ ചികിത്സകനായിരുന്ന മൂസ് നമ്മുടെ ശക്തൻ തമ്പുരാൻ്റെ നിർബന്ധം പ്രകാരം കൊച്ചി മഹാരാജാവിനെ ചികിത്സിക്കാൻ പോവുകയും അതിൽ കോപിഷ്ഠനായ സാമൂതിരി അദ്ദേഹത്തെ ഭാര്യയോടും മകളോടൊപ്പം ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇറക്കി വിട്ട ആ മൂസ് തമ്പുരാനും ഭാര്യയും മകളും അവർക്ക് അഭയം നൽകുകയാണ് ചെയ്തത്. ഇവിടെ ശക്തൻ തമ്പുരാൻ അദ്ദേഹം കാരണമാണ് ഈ മനയിലേക്ക് അവർ വരാൻ കാരണമാകുന്നതും. ഈ കുമ്മാട്ടിയുടെ ആരംഭം അങ്ങനെ ഭൂതഗണങ്ങൾ, വടക്കുന്നാഥൻ്റെ ഭൂതഗണങ്ങൾ നാടിൻ്റെ ഐശ്വര്യം ആയിട്ട് വരുന്നു. ഓരോ വീട്ടിലും കയറി ഇറങ്ങുന്ന കുമ്മാട്ടി ഓണത്തിൻ്റെ സന്ദേശം, സമൃദ്ധിയുടെ, സൗഹൃദത്തിൻ്റെ സന്ദേശം പകരുന്നു. വലിയ മതേതരമായ ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകം കൂടെയാണ് കുമ്മാട്ടി എന്ന് പറയുന്ന കല. അത് തീർച്ചയായും ഇത്തരം കലകളാണ് ഒരു ദേശത്തിൻ്റെ അടിസ്ഥാന സംസ്കാരത്തെ വെളിപ്പെടുത്തുന്നത്. അത് നിലനിർത്തണം. ഇപ്പം മേയർ തന്നെ പറയുകയുണ്ടായി, കൂടുതൽ ധനസഹായം കുമ്മാട്ടിക്ക് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. എനിക്ക് അതിശയം തോന്നുന്ന ഒരു കാര്യം, ഈ സുരേഷ് ഗോപി വന്ന് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ കാര്യമാണ്, ഒരു സംസ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ വാസുദേവന് അഷ്ടമൂർത്തിയെ നിങ്ങളെ എല്ലാവരും ആ കാര്യത്തെ അനുമോദിക്കുകയാണ്. കാരണം പൊതുവെ സിനിമാ താരങ്ങളും മന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗങ്ങളിൽ ഞാൻ പങ്കെടുക്കാറില്ല. അത് എന്താ കാരണം എന്ന് വെച്ചാൽ, മന്ത്രിമാരാണെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ കൂടെ ഒരു ഭൂതഗണങ്ങൾ വരും, അവരായിരിക്കും അവിടെ ഇരിക്കുന്നത്. മന്ത്രി പോകും, ഭൂതഗണങ്ങളും പോകും. പിന്നെ 5-6 പേരും കസേരകൾ കാണുള്ളൂ. ആരോട് സംസാരിക്കണം? അപ്പോൾ നിങ്ങൾ പ്രകടിപ്പിച്ച ഈ സംസ്കാരം
തീർച്ചയായിട്ടും SNA ഔഷധശാലയുടെയും കിഴക്കുംപാട്ടുകരയുടെയും സംസ്കാരമാണ്. ഞാൻ നിരവധി പ്രദേശങ്ങളിൽ ഇന്ത്യയിൽ ഒരുപാട് കാലം താമസിച്ചിട്ടുള്ള ആളാണ്. ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ള പാലക്കാടാണ്. ഇപ്പോൾ അതിൽ കൂടുതൽ ഇവിടെയാണ്. ഇവിടെ താമസം തുടങ്ങിയപ്പം ഞാൻ ആദ്യം താമസിച്ചത് തന്നെ കിഴക്കുംപാട്ടുകരയാണ്. അങ്ങനെ കിഴക്കുംപാട്ടുകര ദേശക്കാരനാണ് ഞാൻ. നന്ദൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. വാഗയിൽ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ബന്ധം, പിന്നെ അഷ്ടനും വാസുദേവൻ ഒക്കെ ആയിട്ടുള്ള ബന്ധം, അങ്ങനെ SNA ആയിട്ടും എനിക്ക് വലിയ സൗഹൃദം. ഇതിനു മുമ്പും കുമ്മാട്ടി ആഘോഷത്തിൽ ഒരുപാട് കാരണവന്മാരെ ആഘോഷിക്കാൻ ഞാൻ വന്നിരുന്നു. കഴിഞ്ഞ 2 വർഷം 70 വന്നിരുന്നു. അത് 70 വയസ്സ് കഴിഞ്ഞവരെയാണ് ആദരിച്ചത്. ഇപ്പം എനിക്ക് 76 വയസ്സായത് കാരണം വലിയ ബുദ്ധിമുട്ടായി. കാരണം 76 കഴിഞ്ഞവരെ ആരും ആദരിക്കുന്നില്ല. ഇനി 80 ആയാലൊക്കെ ആദരിക്കുള്ളായിരിക്കും. കുഴപ്പമില്ല. ഇത് തന്നെ ഇങ്ങനെ വിളിച്ചതും ഇങ്ങനെ വളരെ മംഗളകരമായ മനോഹരമായ ഈ കുമ്മാട്ടി മുഖങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഇങ്ങനെ ഒരു സമ്മേളനം അതിൽ വരാൻ കഴിഞ്ഞതും തന്നെയാണ് എനിക്ക് കിട്ടുന്ന സ്നേഹവും ആദരവും. ഈ കുമ്മാട്ടി കല കൂടുതൽ നന്നായി കൂടുതൽ ജനങ്ങളിലേക്ക് ഈ ദേശത്തിൻ്റെ സംസ്കാരം വഹിച്ചുകൊണ്ട് എത്തട്ടെ വരും നാളുകളിൽ എന്ന ആത്മാർത്ഥമായ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ PKയുടെ ഈ പുസ്തകം ഞാൻ അഷ്ടമൂർത്തി കൊടുത്ത് പ്രകാശനം ചെയ്തു. ആ പുസ്തകം എല്ലാവരും വായിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താണ് കുമ്മാട്ടി, എങ്ങനെയാണ് ഇത് ഉണ്ടായത് എന്നുള്ളത് പലർക്കും അറിഞ്ഞുകൂടാത്ത സത്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം തീർച്ചയായിട്ടും കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്. പത്രങ്ങളിൽ പോലും കാര്യമായ ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ഒന്നും പറയുന്നില്ല. വജ്ര ജൂബിലി വർഷമാണ് കുമ്മാട്ടി മുഖങ്ങളുടെ. അത് പ്രധാനമായിട്ടും ഈ തള്ള, കാട്ടാളൻ, ഹനുമാൻ ഈ 3 മുഖങ്ങളാണ് ആരംഭിച്ചതെന്ന് പറയുന്നു മരത്തിൽ. പിന്നെ കാലം മാറുന്നതനുസരിച്ച് ഓരോന്നും മാറി വരും. അതുണ്ടാക്കുന്ന വസ്തു മാറും, അതിൽ തേക്കുന്ന ചായങ്ങൾ മാറും. അത് കാലത്തിൻ്റെ ഒരു പകർച്ചയാണ്. അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് കുമ്മാട്ടി ഈ കലാസൃഷ്ടികളും അതിൽ കളിക്കുന്നവരും എന്നുള്ളത് വലിയ കാര്യം. കുമ്മാട്ടി പുല്ല് എന്നുള്ളത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടു. അതിന് പകരം സിന്തറ്റിക് പുല്ലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രയാസം ഉണ്ടാകുമെന്നൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. കഴിയുന്നതും കുമ്മാട്ടിപ്പുല്ല് നട്ട് വളർത്തണം എന്നെൻ്റെ അഭിപ്രായം. അപ്പം ആ കലാകാരന്മാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. നമ്മുടെ പുലിക്കളിയിലൊക്കെ കലാകാരന്മാരുടെ മേത്ത് ഇനാമൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത് മാറ്റി കുറച്ചുകൂടെ ജൈവമായ ഓർഗാനിക് കളറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരില്ല. കുമ്മാട്ടി കല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ദേശത്തിൻ്റെ, നമ്മുടെ തെക്കുമുറി കിഴക്കമ്പാട്ടുകാരുടെയും തൃശ്ശൂരിൻ്റെയും പ്രത്യേക മുദ്രയുള്ള ഒരു കലയാണ്. അതിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും ഇപ്പോൾ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും വളരെ ഐശ്വര്യപൂർണ്ണവും സന്തോഷം നിറഞ്ഞതുമായ ഒരു ഓണം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ശ്രീ വൈശാഖൻ സാർ, അങ്ങയുടെ ആശീർവാദങ്ങൾക്ക് നന്ദി അർപ്പിക്കട്ടെ. ആഘോഷ സമിതിയുടെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി അങ്ങയെ സാദരം ക്ഷണിക്കുന്നു. ഉപഹാരം സമർപ്പിക്കുന്നത് ഡോക്ടർ K. മുരളീധരൻ. ശ്രീ അഷ്ടമൂർത്തിയെ സ്നേഹപുരസ്സരം ക്ഷണിക്കുന്നു നമ്മോട് സംവദിക്കുന്നതിന്. വൈശാഖൻ പറഞ്ഞതുപോലെ തന്നെ ഞാനും ഒരു കിഴക്കമ്പട്ടുകാരക്കാരനാണ്. ജീവിതത്തിൻ്റെ പകുതിയും ഇവിടെയാണ് ഞാൻ കഴിച്ചുകൂട്ടിയിട്ടുള്ളത്. 30 വർഷം മുമ്പ് ഞാൻ ഇവിടെ എത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കാനും ഞാൻ ഇവിടുത്തെ അതിഥി അല്ലെങ്കിലും ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഞാൻ ആദരിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന വൈശാഖൻ്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത്. കിഴക്കമ്പാട്ടുകാരനാണ്, തൃശ്ശൂർക്കാരാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും കുമ്മാട്ടിയെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നുമില്ല. അത് പൂരിപ്പിക്കാൻ, അത് നികത്താൻ ഈ പുസ്തകം ഫലപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീമതി PK പ്രിയയ്ക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. കുമ്മാട്ടി ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായി അഷ്ടവേദ്യൻ PTN വാസുദേവൻ മോസിന് സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിലെ ഒരു
കാരണവരുടെ ഒരു മുതിർന്ന അംഗത്തിൻ്റെ ഒരു പിറന്നാൾ ആഘോഷിക്കുന്ന അതേ ആവേശവും സന്തോഷത്തോടും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഈ കുമ്മാട്ടി മുഖങ്ങൾ ഒരു ചേതനേറ്റ കുമ്മാട്ടി മുഖങ്ങളാണെങ്കിലും ഇതിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുക എന്നുള്ളത് നമ്മളെ എനിക്കൊക്കെ കിഴക്കമ്പാട്ടുകാരെ സംബന്ധിച്ച് അത് ജീവിതത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് കുമ്മാട്ടി എന്നത്. ഇന്ന് ഈയൊരു കുമ്മാട്ടിയെ കുറിച്ചുള്ള പുസ്തകമൊക്കെ എഴുതുന്നുണ്ട്. അതിൽ പറയുന്ന പോലെ ചരിത്രം, കുമ്മാട്ടിയുടെ ചരിത്രം, അതിൽ ചെറിയൊരു ഭാഗമാകാൻ ഈ ഒരു കുടുംബത്തിനും ഈ ഒരു മുറ്റത്തിനും സാധിച്ചുവെങ്കിൽ അതിൽ വലിയൊരു സന്തോഷമുണ്ട്. ഇന്നിവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുകയാണ് തെക്കുമുറി കുമ്മാട്ടിയെ കുറിച്ചുള്ള. പലപ്പോഴും നമുക്കൊരു ചരിത്ര രേഖകൾ വളരെ കുറവാണ് കുമ്മാട്ടിയെ കുറിച്ചുള്ള. ചുമ്മാ തോണ്ടല്ലൊരു പുസ്തകം ഒഴിച്ച് ബാക്കിയുള്ള പുസ്തകങ്ങളൊന്നുമില്ല, റെക്കമെൻഡേഷനുകളില്ല. അപ്പോൾ അതിന് പ്രത്യേകം പ്രിയയുടെ ഈ ഒരു പരിശ്രമം വളരെ അഭിനന്ദനം അർഹിക്കുന്നു. എനിക്ക് തോന്നുന്നത് അടുത്തൊരു ഘട്ടത്തിൽ നമുക്ക് ഈ കുമ്മാട്ടി പാട്ടുകൾ ഏകദേശം ഒരു 15ഓളം കുമ്മാട്ടി പാട്ടുകൾ അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അടുത്തൊരു അവസരത്തിൽ നമുക്ക് ഈ കുമ്മാട്ടി പാട്ടുകളുടെ ഒരു CD-യോ ഇല്ലെങ്കിൽ ഇതൊരു തുടർച്ച ഉണ്ടാവുന്ന രീതിയിൽ ഒരു കുമ്മാട്ടി പാട്ടുകളുടെ CD-യൊക്കെ അടുത്ത അവസരത്തിൽ ഇറക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇവിടെ പുസ്തക പ്രകാശനം കഴിഞ്ഞിരിക്കുകയാണ്. കുമാരി പ്രിയ PK-യുടെ ഗ്രന്ഥകർത്താവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മോട് സംവദിക്കുന്നതിനായി. സദസ്സിലും വേദിയിലുമുള്ള എല്ലാവർക്കും എൻ്റെ വന്ദനം. തൃശ്ശൂരിലെ കുമ്മാട്ടി ആദ്യമായി ചുവട് വെച്ച് ധന്യമായ മണ്ണിലാണ് ഇന്ന് നാം നിൽക്കുന്നത്. കുമ്മാട്ടിയെക്കുറിച്ച് ഒരു പുസ്തകം എന്ന ആശയമുണ്ടായപ്പോൾ വളരെ ലാഘവത്തോടെ അത് എഴുതി തീർക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പിന്നെ മനസ്സിലായി അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. ഈ പുസ്തകം പൂർണ്ണമാണെന്നും ഞാൻ കരുതുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളും മറ്റ് കാര്യങ്ങളും നടക്കേണ്ടതുണ്ട്. നാടൻ കലകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളാണ്, ആഹ്ലാദത്തിൻ്റെ ഉത്സവമാണ്. അത് നിലനിർത്തേണ്ടതും പരിപാലിക്കേണ്ടതും കാലത്തിൻ്റെ ആവശ്യമാണ്. തൃശ്ശൂർ പൂരം പോലെ വടക്കുന്നാഥൻ്റെ മണ്ണിലെ വർണ്ണനാദലയമായ കുമ്മാട്ടിക്കളയും ആസ്വാദകരെ ആഹ്ലാദത്തിൻ്റെയും ആവേശത്തിൻ്റെയും കൊടുമുടിയിലെത്തിക്കുന്നു. വേട്ടക്കാരൻ്റെ മുന്നിൽ കാലത്തിനുമപ്പുറത്തേക്ക് കൊട്ടിപ്പാടി ആടിത്തിമിർത്തും ആരവം മുഴക്കിയും ആനന്ദം നൽകി കടന്നു പോകുന്ന കുമ്മാട്ടിക്കളയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇതിൽ എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി. കുമാരി പ്രിയ PK-ക്ക് ഉപഹാരം സമർപ്പിക്കുന്നതിനായി ശ്രീ അഷ്ടമൂർത്തിയെ സാദരം ക്ഷണിക്കുന്നു.